അയ്യോ ചിരിച്ചു വെക്കുന്നുണ്ടല്ലേ. കഴിഞ്ഞ ദിവസം ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്തിട്ട് പോയിട്ടുള്ള ആ എൻഗേജ്മെന്റ് ആണ് കേട്ടോ ഇത്. തലച്ചോറ് നായുന്ന ഈറ്റിങ്ങളെ കൊണ്ടാണ് ഞാൻ പോയത്. ജോക്സ് അപ്പാർട്ട് വളരെ ചെറുപ്പം മുതൽ ഒന്നിച്ച് പഠിച്ചവരാണ് കേട്ടോ നമ്മൾ 10ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞ് +2 ആയപ്പോൾ കുറച്ച് പേര് വേറെ വേറെ സ്കൂളുകളിലേക്കൊക്കെ പോയെങ്കിലും അപ്പോഴും ഇപ്പോഴും ഒക്കെ നമ്മൾ കോൺടാക്ട്സ് വെക്കാറുണ്ട്. ഇത്രയും കാലം കഴിഞ്ഞ് നമ്മളെല്ലാവരും പഠിക്കുകയും ജോലി ചെയ്യുകയും ഒക്കെ ആണെങ്കിലും കാണാൻ കഴിയുന്ന സമയങ്ങളൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. ദാറ്റ്സ് മേക്സ് us more happy and it's a stress relief session for us. എവിടെ ചെന്നാലും 4 ആൾ നോക്കണം. അതിന് അന്നും ഇന്നും ഒരു മാറ്റമില്ല. എങ്ങനെ നോക്കാണ്ടിരിക്കുക? ഐറ്റാൽ ഒച്ചപ്പാടാണ്. ഒരാളെയും വെറുതെ വിടില്ല. അത് അന്ന് ബസ് സ്റ്റോപ്പിലായാലും ഇന്നിപ്പോൾ കല്യാണപ്പുരയിലായാലും. സ്കൂളിൽ പഠിക്കുമ്പോൾ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പല ഗ്യാങ്സിലായിരുന്നു. പക്ഷേ വലുതായപ്പോൾ അതൊന്നും നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിച്ചിട്ടേ ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ടൈമിൽ കിട്ടുന്ന ഫ്രണ്ട്സാണ് ഏറ്റവും ഇന്നോസെൻ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. അതിന് എന്തൊക്കെ വന്നാലും പോവുകയില്ല. ആൻഡ് കമ്മിങ് ടു ദി എൻഗേജ്മെൻറ്റ് വളരെ അടിപൊളിയായിരുന്നു. കുറേ കാലത്തിന് ശേഷം കാണുന്ന സന്തോഷമായിരുന്നു എല്ലാവർക്കും. നല്ല ഫുഡൊക്കെ കഴിച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്ത് നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നു. പിന്നെ അവിടെയായിരുന്നു ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ. ഫോട്ടോ ഒക്കെ എടുത്ത് ബോയ് ഫ്രണ്ട്സ് ഇല്ലാത്തവർ ആ വിഷമവും, ഉള്ളവരിനി അതിൻ്റെ വിഷമവും, ഭാവി കല്യാണങ്ങളും, നാട്ടിലെ ചൂട് വാർത്തകളും, പഠിക്കുമ്പോണ്ടായ ചെറിയ പ്രേമങ്ങളൊക്കെ പറഞ്ഞ് പരസ്പരം കളിയാക്കിയും അബദ്ധങ്ങളൊക്കെ പറഞ്ഞ് നടക്കാത്ത കുറേ പ്ലാനിങ്സ് ഇട്ടും ഒക്കെ കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് തിരിച്ചുപോയി. ഇനി വെയിറ്റിംഗ് ആണ് കേട്ടോ ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾക്കും ഉണ്ടാവില്ലേ ഇതേപോലെ സ്കൂൾ ഫ്രണ്ട്സ്? അപ്പോൾ കമൻറ്റ് ബോക്സിൽ അവരെ മെൻഷൻ ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അവരും അറിയട്ടെ നിങ്ങൾ അവരെ മിസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ഓക്കെ ബൈ.